യോഹന്നാൻ്റെ സുവിശേഷം എത്രാമത്തെ സുവിശേഷമാണ്? ഉത്തരം 4-മത്തെ. എവിടെ വെച്ചാണ് ഈ സുവിശേഷ രചന പൂർത്തിയാക്കിയത് എന്ന് പാരമ്പര്യം വ്യക്തമാക്കുന്നു. ഉത്തരം എഫേസോസിൽ. ഏത് വർഷത്തിലാണ് എഫേസോസിൽ വെച്ച് ഈ സുവിശേഷം എഴുതപ്പെട്ടത്? ഉത്തരം AD 95. അടയാളങ്ങളുടെ പുസ്തകം ഏത് അധ്യായങ്ങൾ വരെയുണ്ട്? ഉത്തരം 1-ാം അധ്യായം 19 മുതൽ 12-ാം അധ്യായം 50 വരെ. മഹത്വത്തിൻ്റെ പുസ്തകം ഏത് അധ്യായങ്ങൾ വരെയുണ്ട്? ഉത്തരം 13-ാം അധ്യായം 1 മുതൽ 20 വരെയും 31 വാക്യങ്ങൾ. സുവിശേഷത്തിൻ്റെ അനുബന്ധം ഏത് അധ്യായത്തിലാണ് ഉള്ളത്? ഉത്തരം 2. സുവിശേഷത്തിൻ്റെ ആമുഖം എത്ര വാക്യങ്ങൾ വരെയാണ്? ഉത്തരം 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളിൽ ആദ്യത്തേത് ഏതാണ്? ഉത്തരം അടയാളങ്ങളുടെ പുസ്തകം. യോഹന്നാൻ്റെ സുവിശേഷത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്? ഉത്തരം ജീവൻ്റെ സുവിശേഷം, വിശ്വാസത്തിൻ്റെ സുവിശേഷം. ആദിയിൽ ആരാണ് ഉണ്ടായിരുന്നത്? ഉത്തരം വചനം. ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്ന വചനം ആരായിരുന്നു? ഉത്തരം ദൈവം. മനുഷ്യരുടെ വെളിച്ചം എന്തായിരുന്നു? ഉത്തരം ജീവൻ. വചനത്തിന് സാക്ഷ്യം നൽകാൻ ദൈവം അയച്ച മനുഷ്യൻ ആര്? ഉത്തരം സ്നാപക യോഹന്നാൻ. വചനം എന്തായി മാറി നമ്മുടെ ഇടയിൽ വസിച്ചു? ഉത്തരം മാംസം. നിയമം ആരു വഴിയാണ് നൽകപ്പെട്ടത്? ഉത്തരം മോശ. കൃപയും സത്യവും ആരു വഴിയാണ് ഉണ്ടായത്? ഉത്തരം യേശുക്രിസ്തു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം എന്ന് സ്വയം വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം യോഹന്നാൻ. യോഹന്നാൻ ഏത് നദിയുടെ അക്കരെയുള്ള ബെഥാനിയയിലാണ് സ്നാനം നൽകിയിരുന്നത്? ഉത്തരം ജോർദാൻ. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് സ്നാപക യോഹന്നാൻ ആരെയാണ് വിശേഷിപ്പിച്ചത്? ഉത്തരം യേശുവിനെ. പരിശുദ്ധാത്മാവ് എന്തിനെപ്പോലെയാണ് യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്നത്? ഉത്തരം പ്രാവിനെ പോലെ. റബി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം ഗുരു. ശിമയോൻ പത്രോസിൻ്റെ സഹോദരൻ ആരായിരുന്നു? ഉത്തരം അന്ത്രയോസ്. കേപ്പ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം പാറ. പീലിപ്പോസ്, അന്ത്രയോസ്, പത്രോസ് എന്നിവരുടെ പട്ടണം ഏതാണ്? ഉത്തരം ബേത്സൈദ. യേശു നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം നഥാനയേലിനെ. പീലിപ്പോസിനെ വിളിക്കുന്നതിന് മുൻപ് നഥാനയേൽ ഏത് മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു? ഉത്തരം അത്തിമരം. 3-ാം ദിവസം ഏത് സ്ഥലത്താണ് വിവാഹ വിരുന്ന് നടന്നത്? ഉത്തരം കാനായിൽ. വിരുന്നിൽ എന്തു തീർന്നു പോയപ്പോഴാണ് യേശുവിൻ്റെ അമ്മ ഇടപെട്ടത്? ഉത്തരം വീഞ്ഞ്. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനായി അവിടെ എത്ര കൽഭരണികൾ ഉണ്ടായിരുന്നു? ഉത്തരം 6. ഭരണികളിൽ എന്ത് നിറയ്ക്കാനാണ് യേശു കൽപ്പിച്ചത്? ഉത്തരം വെള്ളം. വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കിയത് ആര്? ഉത്തരം കലവറക്കാരൻ. യേശു പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭം ഏത് അത്ഭുതമാണ്? ഉത്തരം
കാനായിലെ അത്ഭുതം. കാനായിലെ അത്ഭുതത്തിന് ശേഷം യേശുവും സംഘവും എങ്ങോട്ടാണ് പോയത്? ഉത്തരം കഫർനാമിലേക്ക്. യഹൂദരുടെ ഏത് തിരുനാൾ അടുത്തപ്പോഴാണ് യേശു ജെറുസലേമിലേക്ക് പോയത്? ഉത്തരം പെസഹ. കച്ചവടക്കാരെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കാൻ യേശു എന്തുകൊണ്ടാണ് ചമ്മട്ടി ഉണ്ടാക്കിയത്? ഉത്തരം കയറുകൊണ്ട്. എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ എന്ത് ആക്കരുത് എന്നാണ് പറയുന്നത്? ഉത്തരം കച്ചവട സ്ഥലം. എത്ര ദിവസത്തിനകം ദേവാലയം പുനരുദ്ധരിക്കും എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം 3. യഹൂദർ പറഞ്ഞതനുസരിച്ച് ദേവാലയം പണിയുവാൻ എത്ര സംവത്സരമെടുത്തു? ഉത്തരം 46. ദേവാലയം എന്ന് പറഞ്ഞപ്പോൾ യേശു ഉദ്ദേശിച്ചത് എന്തിനെ പറ്റിയാണ്? ഉത്തരം തൻ്റെ ശരീരത്തെപ്പറ്റി. യേശുവിനെ കാണാൻ രാത്രിയിൽ വന്ന യഹൂദ പ്രമാണി ആരാണ്? ഉത്തരം നിക്കോദേമോസ്. നിക്കോദേമോസ് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു? ഉത്തരം ഫരിസേയൻ. ദൈവരാജ്യം കാണണമെങ്കിൽ ഒരുവൻ എങ്ങനെ ജനിക്കണം എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം വീണ്ടും. ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ഒരുവൻ ജലത്താലും മറ്റെന്തിനാലും ജനിക്കണം? ഉത്തരം ആത്മാവിനാലും. മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയത് ആരാണ്? ഉത്തരം മോശ. മനുഷ്യൻ പ്രകാശത്തേക്കാൾ അധികമായി എന്തിനെയാണ് സ്നേഹിച്ചത്? ഉത്തരം അന്ധകാരത്തെ. യേശു ശിഷ്യന്മാരും ഏത് ദേശത്തേക്ക് പോയാണ് സ്നാനം നൽകിയത്? ഉത്തരം യൂദയ. വെള്ളം ധാരാളം ഉണ്ടായിരുന്നതിനാൽ യോഹന്നാൻ സ്നാനം നൽകിയിരുന്ന സ്ഥലം ഏതാണ്? ഉത്തരം ഏനോൻ. ഏനോൻ ഏത് സ്ഥലത്തിന് അടുത്തായിരുന്നു? ഉത്തരം സാലീം. അവൻ വളരുകയും ഞാൻ ഡാഷ് വേണം? ഉത്തരം കുറയുകയും. പുത്രനിൽ വിശ്വസിക്കുന്നവന് എന്ത് ലഭിക്കുന്നു? ഉത്തരം നിത്യജീവൻ. ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എങ്ങനെയുള്ളവനാണ്? ഉത്തരം എല്ലാവർക്കും ഉപരിയാണ്. യേശു സമരിയായിലെ ഏത് പട്ടണത്തിലാണ് എത്തിയത്? ഉത്തരം സിക്കാർ. സിക്കാർ എന്ന പട്ടണം യാക്കോബ് തൻ്റെ ഏത് മകന് നൽകിയ വയലിനടുത്താണ്? ഉത്തരം ജോസഫിന്. യേശു കിണറ്റിൻകരയിൽ ഇരിക്കുമ്പോൾ ഏകദേശം എത്രാമത്തെ മണിക്കൂറായിരുന്നു? ഉത്തരം 6-ാം മണിക്കൂർ. സമരിയക്കാരിയായ സ്ത്രീയോട് യേശു എന്താണ് ചോദിച്ചത്? ഉത്തരം വെള്ളം. ശിഷ്യന്മാർ എന്തു വാങ്ങാനാണ് പട്ടണത്തിലേക്ക് പോയത്? ഭക്ഷണ സാധനങ്ങൾ. യേശു നൽകുന്ന ജലം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും എന്ത് ഉണ്ടാവുകയില്ല? ഉത്തരം ദാഹം. സമരിയക്കാരിയായ സ്ത്രീക്ക് എത്ര ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു? ഉത്തരം 5. യഥാർത്ഥ ആരാധകർ ആത്മാവിലും മറ്റെന്തിലുമാണ് പിതാവിനെ ആരാധിക്കേണ്ടത്? ഉത്തരം സത്യത്തിലും. ദൈവം ഡാഷ് ആണ്? ഉത്തരം ആത്മാവ്. ആ സമരിയക്കാരി സ്ത്രീ തൻ്റെ ഏത് വസ്തു അവിടെ വെച്ചിട്ടാണ് പട്ടണത്തിലേക്ക് പോയത്? ഉത്തരം കുടം. യേശു സമരിയക്കാരുടെ കൂടെ എത്ര ദിവസം താമസിച്ചു? ഉത്തരം 2 ദിവസം. രാജസേവകൻ്റെ രോഗബാധിതനായ മകൻ ഏത് സ്ഥലത്തായിരുന്നു? ഉത്തരം കഫർനാമിൽ. ഏത് മണിക്കൂറിലാണ് രാജസേവകൻ്റെ മകന് പനി വിട്ടുമാറിയത്? ഉത്തരം 7-ാം മണിക്കൂറിൽ. യൂദയായിൽ നിന്ന് ഗലീലിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളം ഏതാണ്? ഉത്തരം രാജസേവകൻ്റെ പുത്രനെ സുഖപ്പെടുത്തിയത്. അജകവാടത്തിനടുത്തുള്ള കുളത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ബേത്സദ. ബേത്സദ കുളത്തിന് എത്ര മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു? ഉത്തരം 5.
ബേത്സദ കുളത്തിനരികെ കിടന്നിരുന്ന രോഗി എത്ര വർഷമായി രോഗിയായിരുന്നു? ഉത്തരം 38 വർഷം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യം അനുസരിച്ച് എന്ത് എടുത്തു നടക്കാനാണ് യേശു ആവശ്യപ്പെട്ടത്? ഉത്തരം കിടക്ക. രോഗിയെ സുഖപ്പെടുത്തിയ ദിവസം ഏതായിരുന്നു? ഉത്തരം സാബത്ത്. രോഗം സുഖപ്പെട്ടയാൾ പിന്നീട് യേശുവിനെ എവിടെ വെച്ചാണ് കണ്ടത്? ഉത്തരം ദേവാലയത്തിൽ. യേശുവിനെക്കുറിച്ച് സാക്ഷി നൽകിയ കത്തിജ്വലിക്കുന്ന വിളക്ക് ആരായിരുന്നു? ഉത്തരം സ്നാപക യോഹന്നാൻ. നന്മ ചെയ്തവർ ഏതിൻ്റെ ഉയർപ്പിനായി പുറത്തു വരും? ഉത്തരം ജീവൻ്റെ. തിന്മ ചെയ്തവർ ഏതിൻ്റെ ഉയർപ്പിനായി പുറത്തു വരും? ഉത്തരം ശിക്ഷാവിധിയുടെ. പിതാവിൻ്റെ സന്നിധിയിൽ മനുഷ്യരെ കുറ്റപ്പെടുത്തുന്നത് ആരാണ്? ഉത്തരം മോശ. പിതാവ് വിധി മുഴുവനും ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ഉത്തരം പുത്രനെ. യേശു പോയ ഗലീലി കടലിൻ്റെ മറ്റൊരു പേരെന്താണ്? ഉത്തരം തിബേരിയാസ്. ജനങ്ങൾക്ക് കഴിക്കാൻ അപ്പം എവിടെ നിന്ന് വാങ്ങുമെന്ന് യേശു ചോദിച്ചത് ആരോടാണ്? ഉത്തരം ഫിലിപ്പോസിനോട്. 5 ബാർലിയപ്പവും 2 മീനും കൈവശമുണ്ടായിരുന്ന കുട്ടിയെക്കുറിച്ച് യേശുവിനോട് പറഞ്ഞ ശിഷ്യൻ ആര്? ഉത്തരം അന്ത്രയോസ്. അവിടെ ഇരുന്ന പുരുഷന്മാരുടെ എണ്ണം ഏകദേശം എത്രയായിരുന്നു? ഉത്തരം 5000. മിച്ചം വന്ന അപ്പക്കഷ്ണങ്ങൾ എത്ര കുട്ട നിറയെ ശേഖരിച്ചു? ഉത്തരം 12. വള്ളത്തിൽ പോവുകയായിരുന്ന ശിഷ്യന്മാരുടെ അടുത്തേക്ക് യേശു എങ്ങനെയാണ് വന്നത്? ഉത്തരം കടലിനു മീതെ നടന്ന്. യഹൂദരുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് കഴിച്ച ഭക്ഷണം ഏതാണ്? ഉത്തരം മന്ന. ജീവൻ്റെ അപ്പം ആരാണ്? ഉത്തരം യേശു. ലോകത്തിൻ്റെ ജീവന് വേണ്ടി യേശു നൽകുന്ന അപ്പം എന്താണ്? ഉത്തരം ശരീരം. യേശു ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് പഠിപ്പിച്ചത് ഏത് സ്ഥലത്തെ സിനഗോഗിൽ വെച്ചാണ്? ഉത്തരം കഫർനാമിലെ. നിത്യജീവൻ്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് എന്ന് യേശുവിനോട് പറഞ്ഞത് ആര്? ഉത്തരം പത്രോസ്. യേശുവിനെ ഒറ്റുകൊടുക്കാനിരുന്ന ശിഷ്യൻ ആരായിരുന്നു? ഉത്തരം യൂദാസ്. യഹൂദരുടെ ഏത് തിരുനാളാണ് സമീപിച്ചിരുന്നത്? ഉത്തരം കൂടാര തിരുനാൾ. യേശു യഹൂദരെ ഭയന്ന് തിരുനാളിന് പോയത് പരസ്യമായാണോ രഹസ്യമായാണോ? ഉത്തരം രഹസ്യമായി. തിരുനാൾ പകുതിയായപ്പോൾ യേശു എവിടെ ചെന്നാണ് പഠിപ്പിച്ചു തുടങ്ങിയത്? ഉത്തരം ദേവാലയത്തിൽ. പരിച്ഛേദന നിയമം നൽകിയത് ആരാണ്? ഉത്തരം മോശ. വിധി കൽപ്പിക്കേണ്ടത് എങ്ങനെയെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം നീതിയായി. യേശുവിനെ ബന്ധിക്കാൻ ഫരിസേയരും പുരോഹിത പ്രമുഖരും ആരെയാണ് അയച്ചത്? ഉത്തരം സേവകരെ. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം യേശുവിൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. യേശുവിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഏതിൻ്റെ അരുവികളാണ് ഒഴുകുന്നത്? ഉത്തരം ജീവജലത്തിൻ്റെ. ക്രിസ്തു ദാവീദിൻ്റെ ഗ്രാമമായ എവിടെ നിന്നാണ് വരേണ്ടത്? ഉത്തരം ബേത്ലഹേമിൽ നിന്ന്. അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് ആര്? ഉത്തരം സേവകന്മാർ. ഫരിസേയരുടെ ഇടയിൽ യേശുവിന് വേണ്ടി സംസാരിച്ച വ്യക്തി ആര്? ഉത്തരം നിക്കോദേമോസ്. പ്രവാചകനൊന്നും ഏത് സ്ഥലത്തു നിന്ന് വരുന്നില്ല എന്നാണ് ഫരിസേയർ പറഞ്ഞത്? ഉത്തരം ഗലീലയിൽ നിന്ന്. യേശു ദേവാലയത്തിൽ വരുന്നതിന് മുമ്പ് എങ്ങോട്ടാണ് പോയത്? ഉത്തരം ഒലിവുമലയിലേക്ക്. ദീപജ്ഞരും ഫരിസേയരും കൂടെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത് ഏത് സ്ത്രീയെയാണ്? ഉത്തരം
വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളെ. മോശയുടെ നിയമം അനുസരിച്ച് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവരെ എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം: കല്ലെറിയണം. നിങ്ങളെ ഡാഷ് ഇല്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. ഉത്തരം: പാപം. ഞാൻ ലോകത്തിൻ്റെ ഡാഷ് ആണ്. ഉത്തരം: പ്രകാശം. യേശുവിനെ അനുഗമിക്കുന്നവന് ഏതിൻ്റെ പ്രകാശമാണ് ഉണ്ടായിരിക്കുക? ഉത്തരം: ജീവൻ്റെ. യേശു ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പഠിപ്പിച്ചത് ദേവാലയത്തിലെ ഏത് സ്ഥലത്ത് വെച്ചാണ്? ഉത്തരം: ഭണ്ഡാര സ്ഥലത്ത്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ ഡാഷ് ആക്കുകയും ചെയ്യും. ഉത്തരം: സ്വതന്ത്രരാക്കുകയും. പാപം ചെയ്യുന്നവൻ ഏതിൻ്റെ അടിമയാണ്? ഉത്തരം: പാപത്തിൻ്റെ. ആദ്യം മുതൽ കൊലപാതകിയും നുണയുടെ പിതാവും ആരാണ്? ഉത്തരം: പിശാച്. യഹൂദർ യേശുവിനെ ഏത് ദേശക്കാരൻ എന്നാണ് അധിക്ഷേപിച്ച് വിളിച്ചത്? ഉത്തരം: സമരിയാക്കാരൻ. ആരുടെ ദിവസം കാണാം എന്ന പ്രതീക്ഷയിലാണ് അബ്രാഹാം ആനന്ദിച്ചത്? ഉത്തരം: യേശുവിൻ്റെ. യഹൂദരുടെ ചോദ്യമനുസരിച്ച് യേശുവിന് എത്ര വയസ്സ് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല? ഉത്തരം: 50. അബ്രാഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ആരുണ്ടെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: ഞാൻ. യേശു വഴിയിൽ വെച്ച് കണ്ട മനുഷ്യൻ ഏത് തരത്തിലുള്ള അന്ധതയുള്ളവനായിരുന്നു? ഉത്തരം: ജന്മന. അന്ധത നീക്കാൻ യേശു നിലത്ത് തുപ്പി ഉണ്ടാക്കിയത് എന്താണ്? ഉത്തരം: ചെളി. അയക്കപ്പെട്ടവൻ എന്നർത്ഥമുള്ള കുളം ഏതാണ്? ഉത്തരം: സീലോഹം. കാഴ്ച ലഭിച്ച ശേഷം ആ മനുഷ്യൻ എവിടെ പോയി കഴിയാണ് കാഴ്ച നേടിയത്? ഉത്തരം: സീലോഹ കുളത്തിൽ. മുൻപ് അന്ധനായിരുന്ന വ്യക്തിയെ കാഴ്ച ലഭിച്ചതിന് ശേഷം ആളുകൾ ആരുടെ അടുത്തേക്കാണ് കൊണ്ടുപോയത്? ഉത്തരം: ഫരിസേയരുടെ. യേശു ചെളിയുണ്ടാക്കി അന്ധൻ്റെ കണ്ണുകൾ തുറന്നത് ഏത് ദിവസമാണ്? ഉത്തരം: സാബത്ത്. ഫരിസേയർ ചോദിച്ചപ്പോൾ അന്ധനായിരുന്ന മനുഷ്യൻ യേശുവിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? ഉത്തരം: പ്രവാചകൻ. യേശുവിനെ ക്രിസ്തു എന്ന് പരസ്യമായി ഏറ്റുപറയുന്നവരെ എവിടെ നിന്ന് പുറത്താക്കാനാണ് യഹൂദർ തീരുമാനിച്ചിരുന്നത്? ഉത്തരം: സിനഗോഗിൽ നിന്ന്. കാഴ്ച ലഭിച്ച മനുഷ്യൻ്റെ മാതാപിതാക്കൾ യഹൂദരെ ഭയന്ന് ഉത്തരം പറയാതെ ആരോട് ചോദിക്കാനാണ് പറഞ്ഞത്? ഉത്തരം: അവനോട് തന്നെ. നീയാണ് അവൻ്റെ ശിഷ്യൻ, ഞങ്ങൾ ആരുടെ ശിഷ്യന്മാരാണ് എന്നാണ് ഫരിസേയർ പറഞ്ഞത്? ഉത്തരം: മോശയുടെ. ദൈവം ആരുടെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്നാണ് കാഴ്ച ലഭിച്ചയാൾ പറഞ്ഞത്? ഉത്തരം: പാപികളുടെ. യേശുവിനെ വീണ്ടും കണ്ടപ്പോൾ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് അവൻ എന്തു ചെയ്തു? ഉത്തരം: വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് പ്രണമിച്ചു. ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെയല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ ആരാണ്? ഉത്തരം: കള്ളൻ. ആടുകളുടെ വാതിൽ ആരാണ്? ഉത്തരം: യേശു. കള്ളൻ വരുന്നത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം: മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി എന്ത് അർപ്പിക്കുന്നു? ഉത്തരം: ജീവൻ. ചെന്നായി വരുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നത് ആരാണ്? ഉത്തരം: കൂലിക്കാരൻ. ജെറുസലേമിൽ ശീതകാലത്ത് നടന്ന തിരുനാൾ ഏതായിരുന്നു? ഉത്തരം: പ്രതിഷ്ഠയുടെ തിരുനാൾ. ദേവാലയത്തിലെ ഏത് മണ്ഡപത്തിലാണ് യേശു നടന്നിരുന്നത്? ഉത്തരം: സോളമൻ്റെ മണ്ഡപത്തിൽ. യേശു തൻ്റെ ആടുകൾക്ക് നൽകുന്നത് എന്താണ്? ഉത്തരം: നിത്യജീവൻ. ഞാനും പിതാവും ഡാഷ് ആണ്. ഉത്തരം:
ഒന്നാണ്. യഹൂദർ യേശുവിനെ കല്ലെറിയാൻ തുനിഞ്ഞത് എന്ത് ആരോപിച്ചാണ്? ഉത്തരം ദൈവദൂഷണം. യേശു സ്വയം ആരെന്നാണ് പറഞ്ഞത്? ഉത്തരം ദൈവപുത്രൻ. യേശു പിന്നീട് പോയത് ആര് ആദ്യ സ്നാനം നൽകിയിരുന്ന സ്ഥലത്തേക്കാണ്? ഉത്തരം സ്നാപക യോഹന്നാൻ. ലാസറും മറിയവും മർത്തയും താമസിച്ചിരുന്ന ഗ്രാമം ഏതായിരുന്നു? ഉത്തരം ബഥാനിയ. സുഗന്ധ തൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തലമുടി കൊണ്ട് പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തത് ആര്? മറിയം. യേശു സംസാരിച്ചത് ലാസറിൻ്റെ മരണത്തെക്കുറിച്ചാണെന്ന് മനസ്സിലാക്കാതെ ശിഷ്യന്മാർ എന്താണ് വിചാരിച്ചത്? ഉത്തരം നിദ്ര. ദീദിമോസ് എന്നറിയപ്പെട്ടിരുന്ന അപ്പസ്തോലൻ ആരാണ്? ഉത്തരം തോമസ്. യേശു എത്തുമ്പോൾ ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് എത്ര ദിവസമായിരുന്നു? ഉത്തരം 4 ദിവസം. ഞാനാണ് പുനരുത്ഥാനവും ഡാഷ്. ഉത്തരം ജീവനും. യേശുവിനെ കണ്ടപ്പോൾ മറിയം എവിടെയാണ് വീണത്? ഉത്തരം കാൽക്കൽ. ശവകുടീരത്തിങ്കൽ വെച്ച് യേശു എന്തു ചെയ്തു? ഉത്തരം കണ്ണീർ പൊഴിച്ചു. ലാസറിനെ അടക്കിയിരുന്ന ശവകുടീരം ഏത് രൂപത്തിലുള്ളതായിരുന്നു? ഉത്തരം ഗുഹ. ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ യേശു ഉച്ചത്തിൽ എന്താണ് വിളിച്ചു പറഞ്ഞത്? ഉത്തരം ലാസറെ പുറത്തു വരിക. ആ വർഷത്തെ പ്രധാന പുരോഹിതൻ ആരായിരുന്നു? ഉത്തരം കയ്യാഫാസ്. ലാസറിനെ ഉയർപ്പിച്ചതിന് ശേഷം യേശു ശിഷ്യരോടൊപ്പം പോയി വസിച്ച പട്ടണം ഏതായിരുന്നു? ഉത്തരം എഫ്രായിം. പെസഹായിക്ക് എത്ര ദിവസം മുമ്പാണ് യേശു ബഥാനിയയിലേക്ക് വന്നത്? ഉത്തരം 6. യേശുവിൻ്റെ പാദങ്ങളിൽ നാർദിയും സുഗന്ധതൈലം പൂശിയത് ആരാണ്? ഉത്തരം മറിയം. നാർദിയൻ സുഗന്ധതൈലത്തിന് എത്ര ധനാറ വിലമതിപ്പാണ് യൂദാസ് പറഞ്ഞത്? ഉത്തരം 300. യേശുവിനോടൊപ്പം ആരെ കൂടി കൊല്ലാനാണ് പുരോഹിത പ്രമുഖന്മാർ ആലോചിച്ചത്? ഉത്തരം ലാസറിനെ. ജെറുസലേമിലേക്ക് എന്ന യേശുവിനെ സ്വീകരിക്കാൻ ജനം കയ്യിലെടുത്തത് ഏതിൻ്റെ ശാഖകളിലാണ്? ഉത്തരം ഈന്തപ്പനയുടെ. യേശു ഏത് മൃഗത്തിൻ്റെ പുറത്താണ് കയറി സഞ്ചരിച്ചത്? ഉത്തരം കഴുതക്കുട്ടിയുടെ. യേശുവിനെ കാണാൻ ആഗ്രഹിച്ച് പീലിപ്പോസിൻ്റെ അടുക്കൽ ചെന്നത് ഏത് വിഭാഗക്കാരാണ്? ഉത്തരം ഗ്രീക്കുകാർ. പീലിപ്പോസ് ഏത് സ്ഥലത്ത് നിന്ന് ഉള്ളവനായിരുന്നു? ഉത്തരം ബേത്സയിദയിൽ നിന്ന്. ഏത് ധാന്യമണിയാണ് നിലത്ത് വീണ് അഴിയുന്നതിനെക്കുറിച്ച് യേശു ഉപമിച്ചത്? ഉത്തരം ഗോതമ്പ് മണി. ജീവനെ സ്നേഹിക്കുന്നവൻ അതിന് എന്ത് വരുത്തും? ഉത്തരം നഷ്ടപ്പെടുത്തും. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് യേശു പ്രാർത്ഥിച്ചപ്പോൾ ശബ്ദമുണ്ടായത് എവിടെ നിന്നാണ്? ഉത്തരം സ്വർഗത്തിൽ നിന്ന്. യേശുവിൻ്റെ വചനം തിരസ്കരിക്കുന്നവനെ ഏത് ദിനത്തിലാണ് വചനം വിധിക്കുന്നത്? ഉത്തരം അന്ത്യദിനത്തിൽ.